അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ന്യൂജേഴ്സിയിലുള്ള ബാഡ്മിൻസ്റ്ററിലുള്ള ഗോൾഫ് ക്ലബിന് മുകളിലൂടെയുള്ള വ്യോമപാതയിൽ കടുത്ത സുരക്ഷാ വീഴ്ച. താൽക്കാലികമായി ഏർപ്പെടുത്തിയിരുന്ന വ്യോമയാന നിയന്ത്രണങ്ങൾ ലംഘിച്ച് ചെറിയ സിവിലിയൻ വിമാനങ്ങൾ അതിർത്തി കടന്നതോടെ അമേരിക്കൻ വ്യോമസേനയുടെ F-16 യുദ്ധവിമാനങ്ങൾ അടിയന്തരമായി രംഗത്തിറങ്ങി. അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ ഈ അപ്രതീക്ഷിത കടന്നുകയറ്റം അമേരിക്കൻ സുരക്ഷാ ഏജൻസികളെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തി. വാരാന്ത്യം ചിലവഴിക്കുന്നതിനായി ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രശസ്തമായ ബാഡ്മിൻസ്റ്റർ എസ്റ്റേറ്റിലുണ്ടായിരുന്ന സമയത്താണ് ഈ സുരക്ഷാ ലംഘനങ്ങൾ നടന്നത്. ലോക പ്രശസ്തമായ ലിവ് ഗോൾഫ് ന്യൂയോർക്ക് ടൂർണമെന്റ് ഇതേ ഗോൾഫ് ക്ലബിൽ നടക്കുന്ന സമയമായതിനാൽ വൻ ജനത്തിരക്കും മാധ്യമ ശ്രദ്ധയും ഇവിടെ കേന്ദ്രീകരിച്ചിരുന്നു. ഈ തിരക്കുകൾക്കിടയിലാണ് ആകാശത്ത് അപ്രതീക്ഷിതമായ സുരക്ഷാ ഭീഷണി ഉടലെടുത്തത്. വടക്കേ അമേരിക്കൻ വ്യോമാതിർത്തിയുടെ സുരക്ഷാ ചുമതലയുള്ള നോർത്ത് അമേരിക്കൻ എയറോസ്പേസ് ഡിഫൻസ് കമാൻഡാണ് ഈ സുരക്ഷാ വീഴ്ച ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. നോറോഡിന്റെ റഡാറുകളിൽ അനധികൃത വിമാനങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയ ഉടനെ തന്നെ അടിയന്തര സൈനിക നടപടികൾക്ക് അവർ ഉത്തരവിടുകയായിരുന്നു. മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള വിഐപികളുള്ള ഇത്തരം പ്രദേശങ്ങളിൽ അതികർശനമായ വ്യോമ നിയന്ത്രണങ്ങൾ നിലവിലുണ്ടെങ്കിലും ഇത് തുടർച്ചയായി ലംഘിക്കപ്പെട്ടത് വലിയ ഗൗരവത്തോടെയാണ് അധികാരികൾ കാണുന്നത്. ഞായറാഴ്ച മാത്രം 3 തവണയാണ് സിവിലിയൻ വിമാനങ്ങൾ ഈ നിരോധിത മേഖലയിലേക്ക് കടന്നു കയറിയതെന്ന് നോറാഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. റഡാർ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഈ ചെറിയ വിമാനങ്ങൾ ട്രംപിന്റെ ഗോൾഫ് ക്ലബിന് മുകളിലുള്ള ആകാശത്തേക്ക് പ്രവേശിച്ചതോടെയാണ് സുരക്ഷാ പ്രോട്ടോകോളുകൾ പൂർണ്ണതോതിൽ ഉണർന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത അമേരിക്കൻ പ്രതിരോധ ഏജൻസികൾ ഉടനെ തന്നെ യുദ്ധവിമാനങ്ങൾ കുതിച്ചുയരാൻ നിർദ്ദേശം നൽകി. വിവരം അറിഞ്ഞ ഉടൻ തന്നെ സുസജ്ജമായിരുന്ന വ്യോമസേനാ താവളത്തിൽ നിന്ന് F-16 ഫൈറ്റർ ജെറ്റുകൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. ശബ്ദാതിവേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ യുദ്ധവിമാനങ്ങൾ നിമിഷനേരം കൊണ്ടാണ് ബെഡ്മിൻസ്റ്ററിലെ ആകാശത്തെത്തിയത്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പൂർണ്ണ ആയുധ സജ്ജരാണ് F-16 പൈലറ്റുമാർ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചത്. നിരോധിത മേഖലയിൽ പ്രവേശിച്ച ആദ്യത്തെ 2 സിവിലിയൻ വിമാനങ്ങളും F-16 യുദ്ധവിമാനങ്ങൾ വിജയകരമായി തടയുകയും സുരക്ഷിതമായി ആ മേഖലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളുമില്ലാതെ ഈ 2 വിമാനങ്ങളെയും വ്യോമാതിർത്തിക്ക് പുറത്തെത്തിക്കാൻ നോറാഡിന്റെ പൈലറ്റുമാർക്ക് കഴിഞ്ഞു. വിമാനത്തിലുണ്ടായിരുന്നവർക്ക് അപകടകരമായ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഗ്രൗണ്ടിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. എന്നാൽ സുരക്ഷാ ഭീഷണി അവിടെ അവസാനിച്ചിരുന്നില്ല. തന്റെ വാരാന്ത്യ വിശ്രമത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് മടങ്ങാൻ തയ്യാറെടുക്കുന്ന സമയത്താണ് 3ാമത്തെ വിമാനം വീണ്ടും നിരോധിത മേഖലയിലേക്ക് പ്രവേശിച്ചത്. ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ട്രംപിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട അന്തിമ ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെയുണ്ടായ ഈ 3ാമത്തെ മുന്നറിയിപ്പ് സുരക്ഷാ സംവിധാനങ്ങളെ വീണ്ടും ഹൈ അലേർട്ടിലാക്കി. 3ാമത്തെ വിമാനത്തിന്റെ കടന്നുകയറ്റത്തെ തുടർന്ന് ട്രംപിന്റെ മടക്കയാത്ര താൽക്കാലികമായി നിർത്തിവെക്കാൻ സീക്രട്ട് സർവീസ് തീരുമാനിച്ചു. സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് ഏകദേശം 13 മിനിറ്റോളമാണ് അദ്ദേഹത്തിന്റെ യാത്ര വൈകിയത്. ആകാശം പൂർണ്ണമായും സുരക്ഷിതമാണെന്നും മറ്റു ഭീഷണികളില്ലെന്നും നോറാഡ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ നിന്നും പുറപ്പെടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അനുമതി നൽകിയത്. ഈ സംഭവ വികാസങ്ങളുടെ നാടകീയമായ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ജെഫേഴ്സൺ ടൗൺഷിപ്പിന് സമീപത്ത് വെച്ച് വ്യോമസേനയുടെ ഒരു F-16 യുദ്ധവിമാനം ഒരു ചെറിയ സെസ്ന വിമാനത്തെ തടയുന്ന ദൃശ്യങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞത്. അതിവേഗത്തിൽ കുതിച്ചെത്തുന്ന യുദ്ധവിമാനം ചെറിയ വിമാനത്തിന് തൊട്ടരികിലൂടെ പറക്കുന്ന ഈ ദൃശ്യങ്ങൾ സൈനിക നീക്കത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. ആകാശത്ത് വെച്ച് ഒരു ചെറിയ സിവിലിയൻ വിമാനത്തെ കൂറ്റൻ യുദ്ധവിമാനം വളയുന്ന കാഴ്ച താഴെ നിന്നുള്ള ദൃക്സാക്ഷികളിലും വലിയ അമ്പരപ്പ് സൃഷ്ടിച്ചു. സെസ്ന വിമാനത്തിന്റെ പൈലറ്റിന് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് F-16 അതിന് നിഴൽ പോലെ അനുഗമിക്കുന്ന രീതിയാണ് വീഡിയോയിലുള്ളത്. ഇത്തരം ഇന്റർസെപ്ഷനുകൾ വ്യോമയാന മേഖലയിലെ ഏറ്റവും അപകട സാധ്യതയുള്ളതും സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതുമായ നീക്കങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത്. അമേരിക്കയിൽ VIP സന്ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായി ഏർപ്പെടുത്തുന്ന വ്യോമയാന നിയന്ത്രണങ്ങൾ ലംഘിക്കപ്പെടുന്നത് ആദ്യത്തെ സംഭവമല്ല. സ്വകാര്യ വിമാനങ്ങൾ പറത്തുന്ന പൈലറ്റുമാർക്ക് ഇത്തരം താൽക്കാലിക നിയന്ത്രണങ്ങളെ കുറിച്ച് ഫ്ലൈറ്റ് പ്ലാനിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്തതാണ് പലപ്പോഴും ഇതിന് കാരണമാകുന്നത്. ഫ്ലൈറ്റ് റൂട്ടുകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാത്തതും GPS നാവിഗേഷൻ സംവിധാനങ്ങളിലെ പിഴവുകളും ഇത്തരം വലിയ അബദ്ധങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. മുൻ പ്രസിഡന്റുമാർക്കും പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾക്കും നൽകുന്ന സുരക്ഷയുടെ കാര്യത്തിൽ അമേരിക്കൻ സീക്രട്ട് സർവീസ് അതീവ ജാഗ്രതയിലാണ് നിലവിൽ പുലർത്തുന്നത്. സമീപകാലത്ത് പെൻസിൽവാനിയയിൽ ഉൾപ്പെടെ പ്രസിഡന്റ് നേരെയുണ്ടായ ആക്രമണങ്ങളുടെയും വധശ്രമങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ സുരക്ഷാ വലയം രാജ്യമൊട്ടാകെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ ചെറിയൊരു സുരക്ഷാ വീഴ്ച പോലും ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. ലിവ് ഗോൾഫ് ടൂർണമെന്റ് പോലെയുള്ള ഒരു വലിയ കായികമേള നടക്കുന്ന സമയത്ത് വ്യോമാതിർത്തി സംരക്ഷിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്.
കളിക്കാരും കാണികളും മാധ്യമപ്രവർത്തകരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന തുറസായ സ്ഥലത്ത് ആകാശത്ത് നിന്നുള്ള ഏത് ഭീഷണിയും വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാം. അതുകൊണ്ടാണ് റഡാറുകളിൽ ചെറിയ വിമാനങ്ങൾ പതിഞ്ഞയുടൻ തന്നെ സായുധരായ യുദ്ധവിമാനങ്ങളെ അയക്കാൻ സൈന്യം തീരുമാനിച്ചത്. ആകാശത്ത് വെച്ച് ഇത്തരം തടയലുകൾ നടത്തുമ്പോൾ കർശനമായ പ്രോട്ടോകോളുകളാണ് നോറാഡ് പൈലറ്റുമാർ പിന്തുടരുന്നത്. ആദ്യം റേഡിയോ വഴിയുള്ള ആശയവിനിമയത്തിന് ശ്രമിക്കുകയും അതിന് മറുപടി ലഭിക്കാത്ത പക്ഷം വിമാനത്തിന് ചിറകുകൾ ചലിപ്പിച്ച് ദൃശ്യപരമായ മുന്നറിയിപ്പ് നൽകുകയുമാണ് പതിവ്. ഇതിനുശേഷവും നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഇൻഫ്രാറെഡ് ഫ്ലയറുകൾ ഉപയോഗിക്കാനോ മുന്നറിയിപ്പ് വെടിയുതിർക്കാനോ വരെയുള്ള അധികാരങ്ങൾ വ്യോമസേന പൈലറ്റുമാർക്കുണ്ട്. സുരക്ഷാ ലംഘനം നടത്തിയ സിവിലിയൻ വിമാനങ്ങളിലെ പൈലറ്റുമാർ വലിയ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഈ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവരുടെ പൈലറ്റ് ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ഭരണപരമായ നടപടികൾക്ക് പുറമെ തീവ്രവാദ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നിയമപാലകരുടെ വിശദമായ ചോദ്യം ചെയ്യലിനും ഇവർ വിധേയരാകേണ്ടി വരും. ഡൊണാൾഡ് ട്രംപിന്റെ ബെഡ്മിൻസ്റ്റർ ഗോൾഫ് ക്ലബിന് മുകളിലുണ്ടായ ഈ വ്യോമാതിർത്തി ലംഘനം അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമത ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ്. ഭീഷണി ഉയർന്നയുടൻ തന്നെ F-16 യുദ്ധവിമാനങ്ങളെ രംഗത്തിറക്കിയ നടപടി നോറാഡിന്റെയും സീക്രട്ട് സർവീസിന്റെയും ഏകോപന മികവിനെയാണ് കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കൻ വ്യോമാതിർത്തികൾ VIP നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാൻ ഈ സംഭവം കാരണമാകുമെന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്.